യമനിലെ ഹൂതി ആക്രമണത്തിൽ 30 സൈനികർ കൊല്ലപ്പെട്ടു. മധ്യ യമനിലെ സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. അൽ റുവൈക്കിലും അൽ അബർ മേഖലയിലും ആക്രമണം നടന്നിരുന്നു. ഐസൻ ജോസാണ് ചേരുന്നത്. ഐസൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? ഹരിശ്രീ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 30 സൈനികരാണ് കൊല്ലപ്പെട്ടത്. മധ്യ യമനിലെ ആ സൈനിക താവളത്തിന് നേരെയാണ് ഹൂതി വിമതരുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളും 30-ലേറെ സൈനികർ മരിച്ചു എന്നൊരു റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മധ്യ യമനിൽ നടന്ന ആക്രമണത്തിൽ മാത്രം 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം എന്ന് പറയുന്നത് അൽ റുവൈക്കിലും, അതായത് ഈ യമനിലെ തന്നെ അൽ റുവൈക്ക് അതുപോലെ തന്നെ അൽ അബർ മേഖലകളിലും വൻതോതിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സൗദിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സൈന്യത്തിൻ്റെ താവളങ്ങൾക്ക് നേരെ ഹൂതി വിമതർ ശക്തമായ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമുണ്ട്. ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് യമനിലേക്ക് ആക്രമണം നടന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഹൂതി വിമതർക്കെതിരെ അമേരിക്കയുമായി ചേർന്ന് ആക്രമണം നടന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു വ്യോമാക്രമണത്തിന് തിരിച്ചടി എന്ന രീതിയിലാണ് യമനിലെ ഹൂതി വിഭാഗങ്ങളിൽ നിന്നുള്ള ഭീകരർ കൃത്യമായും സർക്കാർ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നത്. സൗദി അറേബ്യയുടെ പിന്തുണയോടെയാണ് യമനിലെ ഈ സൈനിക സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സൗദി അറേബ്യയിലെ ആരോഗ്യമന്ത്രി ഖാസിം ബഹീബ പറയുന്നതനുസരിച്ച് ഈ ശക്തമായൊരു ആക്രമണം നടന്നുവെന്നും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളെ കാര്യക്ഷമത ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മരണസംഖ്യ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. പക്ഷേ മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു സോഴ്സുകളിൽ നിന്നെല്ലാം തന്നെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 30 പേർ മരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 30-ലേറെയായി മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ തുടർച്ചയായി വീണ്ടും ആക്രമണം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം, അത് പ്രത്യേകിച്ചും സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ പല ധാരണകളിലെത്തുകയും ഇരു രാജ്യങ്ങളും സംയുക്തമായി അതിശക്തമായ ഒരു ആക്രമണം ഹൂതി വിമതർക്കെതിരെ നടത്തുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണം യമനിലെ ഹൂതി വിഭാഗങ്ങൾ യമനിലെ സർക്കാർ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ നടത്തുന്നത്. ആര്യ, ശരി. യമനിലെ ഹൂതി ആക്രമണത്തിൽ 30 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മധ്യ യമനിലെ സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.